13 ദിവസം നാടൊന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്നിട്ടും ശുഭവാർത്തകളൊന്നും തന്നെയില്ല. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ താത്കാലികമായി അവസാനിപ്പിച്ചു. അവസാന പ്രതീക്ഷയായിരുന്ന ഈശ്വർ മാൽപ്പയുടെ ദൗത്യവും ഫലം കണ്ടിട്ടില്ല. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ആശ്വാസ വിവരമൊന്നുമില്ലാതെ 13 നാൾ പിന്നിടുന്നു. ആശാവഹമായ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്നത് വലിയ നിരാശയും ഒപ്പം സങ്കടവുമാണ് സമ്മാനിക്കുന്നത്. കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലിപ്പുഴയുടെ അടിക്കടിയുള്ള സ്വഭാവമാറ്റമാണ് തിരച്ചിലിലെ പ്രധാന വെല്ലുവിളി. കലങ്ങിമറിഞ്ഞു വരുന്ന വെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചെളിയും ഉണ്ടാക്കുന്ന പ്രതിസന്ധി വളരെ വലുതാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഉടുപ്പിയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപ്പെ നദിയിലിറങ്ങി നടത്തിയ തെരച്ചിലായിരുന്നു ഏക പ്രതീക്ഷ. ഒടുവിൽ ഒന്നുമില്ലാതെ ഈശ്വർ മാൽപ്പയും തിരികെ കയറി. ഇന്നലെ 3 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലും ഒന്നും കണ്ടെത്താനായില്ല. തകരശീറ്റുകളും മരകഷ്ണങ്ങളും മാത്രമാണ് നദിയിലിറങ്ങിയുള്ള തിരച്ചിലിൽ കിട്ടിയത്. ലോറിയുടെ ഭാഗങ്ങളോ കിട്ടിയില്ല. അവശേഷിച്ച ഒരു സ്പോട്ടിലാണ് ഇന്ന് പരിശോധന നടത്തിയത്. പക്ഷേ അവിടെയും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 4 പോയിന്റിലും നോക്കിയിട്ടും ട്രക്ക് കണ്ടെത്താനായില്ലെന്നും അതീവ ദുഃഖമുണ്ടെന്നും ഈശ്വർ മാൽപ്പെ. എല്ലാത്തും ഒരു പോയിന്റ് ആക്കി ആ 4 പോയിന്റിൽ നമുക്ക് കിടച്ചില്ല. അത് അവിടെ കിടച്ചിട്ട് നമുക്ക് ഈ വീട്ടിൻ്റെ തകട് ഷീറ്റ്, കമ്പി, ഈ കറണ്ടിൻ്റെ ഇത് റോഡെല്ലാം കിട്ടി. അവിടെ ട്രക്ക് എവിടെയുണ്ട് എനിക്ക് കാണാൻ വയ്യ. ಯಾಕೆಂದರೆ കീഴെ അത്ര കത്തലായിട്ടുണ്ട്. ഇത് കമ്മി ആവുന്നുണ്ട്, ക്ലീൻ ആവുന്നു. തണ്ണി ക്ലീൻ ആയാൽ ഒരു ഇത് വേണ്ട, സ്കൂബ ഡൈവ് ആക്കി എല്ലാം നോക്കാം. പുഴയ്ക്കടിയിലേക്ക് പോയപ്പോൾ വലിയ പാറകളും മരകഷ്ണങ്ങളും തടസ്സമായി. വരുന്ന 21 ദിവസം ശിരൂരിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് അവലോകന യോഗത്തിൽ തീരുമാനം. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ ശേഷം ദൗത്യം പുനരാരംഭിക്കാനാകുമെന്നും തൃശൂരിൽ നിന്ന് ഡ്രെഡ്ജിംഗ് മെഷീൻ എത്തിക്കുമെന്നും കാർവാർ MLA സതീഷ് കൃഷ്ണ വ്യക്തമാക്കി. Thrissur, okay. We spoke to, from the morning I am talking to them. And they have told that concurrence has to be required from the district administration, and the same concurrence we are following up from the morning and evening also. We have told our all 3 MLA sabs that Baba, you have to also talk to them because it is from Kerala only and it is with the agriculture department. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും അർജുന്റെ കുടുംബം പ്രതികരിച്ചു. ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം എന്ന് തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം. പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. രക്ഷാപ്രവർത്തനത്തിൽ സാധ്യമായതെല്ലാം ചെയ്തുവെന്നാണ് കർണാടകയുടെ വാദം. ദൗത്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിൽ ജില്ലാ ഭരണകൂടത്തിന് വ്യക്തതയില്ല. കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് തിരച്ചിൽ ഊർജിതമാക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇവിടെ എത്തിയതിനു ശേഷം നടത്തിയ കൂടിയാലോചനകളിൽ ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ദൗത്യം കുറെ കൂടി ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭ്യർത്ഥന ബഹുമാനപ്പെട്ട കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥയുണ്ടായിട്ടും തിരച്ചിൽ നിർത്തിയത് ദൗർഭാഗ്യകരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് അവിടുത്തെ MLA സർക്കാർ ആലോചിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധ്യമായതെല്ലാം ചെയ്തിട്ടും അർജുൻ എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എത്തിക്കാനാകുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും ലോറി പോലും കണ്ടെത്താനായില്ലെന്നത് വലിയ നിരാശയും. ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഉത്തരങ്ങൾക്കായി ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? Team 24, Shirur.